പട്ടാള അട്ടിമറിയെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ട അയൽപക്ക രാജ്യമായ പാകിസ്ഥാനിൽ പട്ടാളം ഭരണം പിടിച്ച സംഭവം നടന്നിട്ട് അധിക കാലമായിട്ടില്ല. അത്തരമൊരു വാർത്ത വരുന്നത് ബൊളീവിയയിൽ നിന്നാണ്. പ്രസിഡന്റ് ലൂയിസ് ആർസയെ പുറത്താക്കി ഭരണം പിടിച്ചെടുക്കാനാണ് സൈന്യം ശ്രമിച്ചത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റാണ്. എല്ലാം തിരക്കഥ എഴുതി തയ്യാറാക്കിയതെന്ന് അട്ടിമറിക്ക് നേതൃത്വം നൽകിയ സൈനിക മേധാവി തന്നെ പറഞ്ഞതോടെയാണ് കള്ളത്തരം പുറത്തായത്. ജൂൺ 26-നാണ് സംഭവം. ബൊളീവിയൻ പ്രസിഡന്റ് ലൂയിസ് ആർസയുടെ കൊട്ടാരത്തിൽ സൈന്യം അതിക്രമിച്ചു കയറുന്നു. കൊട്ടാരവും പരിസര പ്രദേശങ്ങളും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായി. രാജ്യത്തുടൻ പുതിയ മന്ത്രിസഭ ഉണ്ടാക്കുമെന്ന് അട്ടിമറിക്ക് നേതൃത്വം നൽകിയ സൈനിക ജനറൽ കമാൻഡർ ഹുവാൻ ഹോസെ സുനിഗ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഈ സമയം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിലേക്ക് നാടകീയമായി പ്രസിഡന്റ് കടന്നു വരുന്നു. ഞാനാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പ്രസിഡന്റ് സൈന്യത്തെ പിൻവലിക്കാൻ ഉത്തരവിട്ടു. മാത്രമല്ല സുനിഗയെ കമാൻഡർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. പുതിയ സൈനിക മേധാവിയെയും ഉടൻ തന്നെ പ്രഖ്യാപിച്ചു. ഇതോടെ അട്ടിമറിക്ക് വന്ന സൈന്യം പിന്തിരിഞ്ഞു. വെറും 3 മണിക്കൂറിനുള്ളിലാണ് ഇതെല്ലാം സംഭവിച്ചത്. സംഭവത്തിൽ അറ്റോർണി ജനറൽ അന്വേഷണം തുടങ്ങി. പിന്നാലെ സുനിഗയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനിയാണ് വമ്പൻ ട്വിസ്റ്റ്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സുനിഗ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അട്ടിമറി ശ്രമം പ്രസിഡന്റിന് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്നുമാണ് സുനിഗ തുറന്നടിച്ചത്. നിലവിലെ സാഹചര്യം വളരെ മോശമാണ്. പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇതാണ് അട്ടിമറി നാടകത്തിന് പിന്നിലെന്നും സുനിഗ തുറന്നു പറഞ്ഞു. അട്ടിമറി സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. വലിയ സൈനിക അട്ടിമറി നടക്കുന്നു. ഈ സമയത്ത് ഹീറോ പരിവേഷത്തോടെ പ്രസിഡന്റ് ആർസെ പുറത്തേക്ക് വരുന്നു. സൈന്യത്തെ വെല്ലുവിളിക്കുന്നു. നിരവധി സൈനിക അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ചവർ ഇതെല്ലാം അവിശ്വസനീയതയോടെയാണ് കണ്ടത്. ആരാണ് ആർസെ? പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് രാജ്യത്തിൻ്റെ ധനമന്ത്രിയായിരുന്നു ആർസെ. 2019 പ്രതിഷേധത്തെ തുടർന്ന് മുൻ പ്രസിഡന്റ് ഇവോ മൊറാലസ് രാജിവെച്ചതിന് പിന്നാലെയാണ് ആർസെ പ്രസിഡന്റ് ആയത്. ആർസെയുടെ ഭരണത്തിൽ രാജ്യം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാകുകയും ചെയ്തു. ഇതിനിടെയാണ് വിദേശത്ത് കഴിയുകയായിരുന്ന മുൻ പ്രസിഡന്റ് മൊറാലസ് ബൊളീവിയയിലേക്ക് തിരിച്ചെത്തിയത്. 2025 നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. തൻ്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന ആർസെ മൊറാലസിനെ ശത്രുസ്ഥാനത്ത് നിർത്തുകയാണ് ചെയ്തത്. തുടർന്ന് സ്വന്തം പാർട്ടിയുടെ നേതാവായ മൊറാലസിനെ അധിക്ഷേപിച്ച് സുനിഗ പലതവണ പ്രസ്താവന നടത്തുകയും ചെയ്തു. മൊറാലസിനെ അധികാരത്തിലെത്താൻ അനുവദിക്കില്ലെന്നും സുനിഗ തുറന്നടിച്ചു. തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് അട്ടിമറി നാടകം ആർസെ പ്ലാൻ ചെയ്തത്.